സി കാറ്റിൻ്റെ ഈ പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർച്ചയെന്നോണമായ സൗഖ്യദായകമായ കുദാശ എന്നറിയപ്പെടുന്ന രോഗീ ലേപനത്തെക്കുറിച്ചാണ്. ഈ ചർച്ചയ്ക്കായിട്ട് ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യ പാമ്പ്ളാനി പിതാവിനെ ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ചോദ്യങ്ങൾ ചോദിക്കുന്നതിനായി തങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കടുമേനി സെൻറ് മേരീസ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദയപൂർവ്വമായ സ്വാഗതം ആശംസിക്കുന്നു. അടുത്ത ചോദ്യം ആരാണ് അപ്പോൾ ചോദിക്കുന്നത്? ഓക്കെ, എൻ്റെ പേര് ജിസ്ന. CCC 1517 ഖണ്ഡികയിൽ പറയുന്നുണ്ട്, മറ്റെല്ലാ കൂദാശകളും എന്ന പോലെ രോഗീലേപനവും ആരാധനാക്രമപരവും സാമൂഹികമായൊരു ആഘോഷമാണെന്ന്. ഈ പരാമർശത്തിൻ്റെ അർത്ഥം ഒന്ന് വിശദീകരിക്കാമോ? അതായത് രോഗീലേപനം എന്ന കൂദാശ ഇതര കൂദാശകൾ പോലെ തന്നെ ആരാധനാക്രമപരമായി ആഘോഷമായിട്ട് സ്വീകരിക്കേണ്ടതാണെന്നാവും അല്ലേ? അതായത് നിങ്ങൾ മനസ്സിലാക്കുക, ആദ്യ കുർബാന സ്വീകരിക്കുമ്പോൾ വലിയ പോത്തിനെയും പന്നിയെയൊക്കെ കൊന്ന് ആഘോഷിക്കാറുണ്ട്. കാരണം എന്താണ്? ഒരു വലിയ സന്തോഷം. കൊച്ചിൻ്റെ മാമോദീസായിക്കും നിങ്ങൾ അങ്ങനെയൊക്കെ ആഘോഷിച്ചിട്ട് വേണം. അതുപോലെ തന്നെ ആഘോഷപൂർവ്വം പോത്തിനെ തിന്നണം എന്നൊന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, മറിച്ച് സന്തോഷത്തോടെയും ആഘോഷത്തോടെയും അനുഷ്ഠിക്കപ്പെടേണ്ടതാണ്. ഒരു വീട്ടിലെ ചുറ്റുവട്ടത്തെ എല്ലാ അംഗങ്ങളും ഒന്നിച്ചു ചേർന്ന് സാധിക്കുന്ന അത്ര ആളുകൾ ഒരുമിച്ച് ചേർന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കണം. പലപ്പോഴും രോഗീലേപനം, ഇപ്പോൾ ആശുപത്രിയിലൊക്കെ രോഗീലേപനം കൊടുക്കുമ്പോൾ രോഗിയും ചിലപ്പോൾ ആ വൈദികനും മാത്രമേ കാണുള്ളൂ, അല്ലെ ശുശ്രൂഷിക്കുന്ന ഒരു നേഴ്സ് പ്രേക്ഷകയായിട്ട് കണ്ടെന്നിരിക്കും. ഇത്രയൊക്കെ ഉള്ളൂ. അതേസമയം ഒരു വീട്ടിൽ ഒരു രോഗിക്ക് രോഗീലേപനം കൊടുക്കാൻ തീരുമാനിച്ചുവെങ്കിൽ ചുറ്റുവട്ടത്തെ ആളുകളെ എല്ലാം വിളിച്ച് അത് ഭക്തിപൂർവ്വം ഒരുങ്ങി ആഘോഷമായിട്ട്, എന്ന് പറഞ്ഞാൽ പോത്തിനെ കൊന്ന് തിന്നണം എന്നുള്ള അർത്ഥത്തിലല്ല, ആഘോഷം എന്ന് പറയുമ്പോൾ ആ ആരാധനാക്രമത്തിൻ്റെ അനുഷ്ഠാനത്തിന് ചേർന്ന ഒരു സജീവത ആ വീട്ടിലുണ്ടാകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. കുർബാന അതുപോലെ തന്നെ മറ്റ് കൂദാശകൾ നമ്മൾ വലിയ സമൂഹ പങ്കാളിത്തത്തോടെ ചെയ്യുന്നത് പോലെ ഇതും അപ്രകാരം ചെയ്യുന്നത് ഈ കൂദാശയെക്കുറിച്ചുള്ള ഭയം ഇല്ലാതാക്കാനും ഈ കൂദാശയെ കൂടുതൽ ജനകീയമാക്കാനും സഹായിക്കും എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ വീട്ടിലൊക്കെ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് അന്ത്യകുദാശ കൊടുക്കുമ്പോൾ അയൽവക്കത്തുള്ളവരെയൊക്കെ വിളിച്ച് നല്ല പ്രാർത്ഥനയോടുകൂടെ എല്ലാവരുടെയും പങ്കാളിത്തത്തോടുകൂടെ നടത്തുന്നത് അതിൻ്റെ ആഘോഷത്തെ സൂചിപ്പിക്കുന്നു. അതല്ലേ? തീർച്ചയായും അത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യം. അതായത് എന്ന് മാത്രമല്ല, നിങ്ങൾ അപ്പന് അന്ത്യകുദാശ കൊടുക്കുന്നു, അല്ല രോഗീലേപനം കൊടുക്കുന്നു, കെട്ടിച്ചു വിട്ട പെൺമക്കളെല്ലാം ചെല്ലണമെന്ന്, പിള്ളേരെയും കൂട്ടിക്കൊണ്ട് ചെല്ലണം. അപ്പോൾ നിങ്ങൾ 5-6 പിള്ളേരും കൊച്ചുമക്കളും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും വീട്ടിൽ ഒരു വലിയ ഉത്സവത്തിൻ്റെ പ്രതീതിയാകും. അങ്ങനെ ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിലൊക്കെ ഈ രോഗീലേപനം കൊടുക്കാൻ ചെല്ലുമ്പോൾ വിദൂരങ്ങളിൽ കെട്ടിച്ചു വിട്ട പെണ്ണുങ്ങളടക്കം പിള്ളേരെയും കൊണ്ട് വന്നിട്ടുണ്ട്. ആണുങ്ങൾ മക്കളെല്ലാം കൂടെ വന്നത്, മക്കളും കൊച്ചുമക്കളും അവരുടെ മക്കളും എല്ലാം കൂടെ ആയി ഒരു വലിയ ഉത്സവ അന്തരീക്ഷത്തിൽ അന്ത്യകൂദാശ അല്ലെങ്കിൽ രോഗീലേപനം കൊടുത്ത അനുഭവം എനിക്കുണ്ട്. അത് ഒരു നല്ല പതിവാണ്. രോഗീലേപനത്തെ അല്ലാതെ കരഞ്ഞും നിലവിളിച്ചും അയ്യോഭാവം പറഞ്ഞും ആരും കാണാതെയും പരമാവധി ആളുകളെ ഒളിപ്പിച്ചും അച്ഛൻ വന്ന് അന്ത്യകൂദാശ കൊടുത്തെന്നൊക്കെ അറിഞ്ഞാൽ പാടാണ്, മോശമാണ്, വേണ്ട, ആരും അറിയണ്ട. അതുകൊണ്ട് അച്ഛനെ വല്ല പാതിരായിക്ക് ഒളിപ്പിച്ചു കൊണ്ടുവന്നൊക്കെ ഒരു കൂദാശ കൊടുക്കരുത്. ചുറ്റുവട്ടത്ത് സാധിക്കുന്നിടത്തോളം ചുറ്റുവട്ടത്തെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന രീതിയിൽ
ഈ കൂദാശ പരികർമ്മം ചെയ്യണമെന്നാണ് സഭയുടെ നിർദ്ദേശം. എൻ്റെ പേര് ലിജിയ, വീട്ടുപേര് മുട്ടത്തുപാറ. പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്: കൂദാശകളെല്ലാം യഥാവിധം സ്വീകരിച്ച് ജീവിച്ച ഒരു വ്യക്തി രോഗീലേപനം എന്ന കൂദാശ സ്വീകരിക്കാതെ മരിക്കാനിടയായാൽ ആ കൂദാശയുടെ ഫലങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? ലിജിയയുടെ ചോദ്യം ഇതാണ്. എന്താണ്? ഒരു കൂദാശ നമ്മൾക്ക് ബാക്കിയെല്ലാം നന്നായിട്ട് ചെയ്തൊരു മനുഷ്യൻ, ആ വ്യക്തിയുടെ ആധ്യാത്മിക ജീവിതം ശരിയായിരുന്നു, അടുക്കലടുക്കൽ കുമ്പസാരിക്കുമായിരുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുമായിരുന്നു, ആ വ്യക്തി വരപ്രസാദാവസ്ഥയിലായിരുന്നു. പക്ഷേ ആ മനുഷ്യൻ ഫ്ലൈറ്റേ പോയപ്പോൾ കത്തി താഴെ വീണ് മരിച്ചുപോയി. ഒപ്രശ്യമാ പോയിട്ട് ഓന്ന് പറയാൻ പോലും അപ്പം നേരമില്ല, അങ്ങനെ പെട്ടെന്ന് മരിക്കുക. ആ സമയത്ത് ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് അതിന് പകരം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഇതാണ് ലിജിയ ടീച്ചറുടെ ചോദ്യം, അല്ലേ? തീർച്ചയായും ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ആ വ്യക്തിക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാം, ആ വ്യക്തിക്ക് വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ആ വ്യക്തി ശുദ്ധീകരണ സ്ഥലത്തിലുണ്ട് എന്ന് നമുക്ക് ഉറപ്പുള്ളതിനാൽ ആ വ്യക്തിക്ക് വേണ്ടി നമുക്ക് തീക്ഷ്ണമായി പ്രാർത്ഥിച്ച് പരിഹാരങ്ങൾ നേടിക്കൊടുക്കാവുന്നത് തന്നെയാണ്. എന്നാൽ നാളിതുവരെയും വരപ്രസാദാവസ്ഥയിൽ ജീവിച്ച ഒരു വ്യക്തി ഈ കൂദാശ സ്വീകരിക്കാതെ മരിച്ചു എന്ന ഒറ്റ കാരണത്താൽ ആ വ്യക്തിയുടെ നിത്യരക്ഷ അപകടത്തിലാകുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഈശോയുടെ നിത്യരക്ഷ നേടുന്നതിന് വേണ്ട കൂദാശകൾ ഏതൊക്കെയാണ്? മാമോദീസ എന്ന കൂദാശ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടാവുകയില്ല എന്ന് ഈശോ പറഞ്ഞു. അപ്പോൾ നിത്യജീവൻ ഉറപ്പു തരുന്ന, അല്ലെങ്കിൽ നിത്യജീവന് നിർബന്ധമായും ആവശ്യമുള്ള ചില കൂദാശകളുണ്ട്. എന്നാൽ ഇത് നിത്യജീവന് നിർബന്ധമായും ആവശ്യമുള്ള കൂദാശയല്ല, അതിന് ഉപോദ്ബലകമായ സഹായകമായ കൂദാശയാണ്. അതുകൊണ്ട് ഈ ഒരു കൂദാശ സ്വീകരിക്കാതെ മരിച്ച വ്യക്തികളുടെ നിത്യജീവൻ അപകടത്തിലാണ് എന്നൊരു നിലപാട് തിരുസഭയ്ക്കില്ല. തീർച്ചയായും ഇത് നിത്യജീവന് സഹായകമാണ് എന്നതാണ് സത്യം. പിതാവേ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മറ്റൊരു സംശയം. അതായത് ഇതിനു മുമ്പുള്ള ഒരു എപ്പിസോഡ് 64 മാമുദീസയെ സംബന്ധിച്ചുള്ള സംശയത്തിന് പിതാവ് ഇങ്ങനെ മറുപടി പറഞ്ഞു, മാമുദീസ ആഗ്രഹത്താൽ സ്വീകരിക്കാമെന്ന്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മറ്റു കൂദാശകളും ആഗ്രഹത്താൽ സ്വീകരിക്കാൻ പറ്റുമോ? പ്രത്യേകിച്ച് രോഗീലേപനം എന്ന കൂദാശ ആഗ്രഹത്താൽ സ്വീകരിക്കാൻ പറ്റുമോ? രോഗീലേപനം എന്ന കൂദാശ ആഗ്രഹത്താൽ മാമോദീസ സ്വീകരിക്കാം എന്ന് പറയുന്നതിൻ്റെ കാരണം, ആ വ്യക്തിക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സാമൂഹിക പരിതോവസ്ഥ അനുസരിച്ച് ഒരുപക്ഷെ കുടുംബത്തിൽ ആരും അതിന് സമ്മതിക്കുകയില്ലാത്ത സാഹചര്യമാകാം. അത്തരം സാഹചര്യങ്ങളിലാണ് മാമോദീസയെ സംബന്ധിച്ച് ആഗ്രഹത്താലുള്ള കൂദാശ എന്നത്. മാമോദീസ സ്വീകരിച്ച വിശ്വാസികൾക്ക് മാത്രമേ എന്ത് സ്വീകരിക്കാൻ പറ്റുള്ളൂ? രോഗീലേപനം സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് രോഗീലേപനം എന്ന കൂദാശ നിത്യരക്ഷയ്ക്ക് അത്യാവശ്യമുള്ള കൂദാശയായി സഭ പഠിപ്പിക്കുന്നില്ലാത്തതിനാൽ ആഗ്രഹത്താലുള്ള രോഗീലേപനം എന്ന ഒരു ചിന്ത സഭയിലില്ല. ഇനി അതേസമയം നിങ്ങൾക്ക് രോഗീലേപനം സ്വീകരിക്കാൻ ആഗ്രഹമുണ്ട്, അതേസമയം അതിനുള്ള സാഹചര്യങ്ങളില്ല, വൈദികരില്ല എന്നുള്ള കാരണത്താൽ നിങ്ങൾക്ക് എന്തു ചെയ്യാം? രോഗീലേപനത്തിൻ്റെ വരപ്രസാദം കൊണ്ട് ദൈവമേ എന്നെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ച് അത് പരിഹരിക്കാൻ വേണ്ടി പരിശ്രമിക്കാം. മാമോദീസ എന്ന കൂദാശ ആർക്കും പരികർമ്മം ചെയ്യാവുന്നതാണ്. എന്നാൽ രോഗീലേപനം വൈദിക പട്ടം ഉള്ളവർക്ക് മാത്രം പരികർമ്മം ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ രോഗീലേപനം എന്ന കൂദാശയ്ക്ക് ഇതര മാർഗങ്ങൾ സഭയിൽ നിലവിലില്ല എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കും. ഇനി അടുത്ത ചോദ്യം ആരാണ് ചോദിക്കുന്നത്? ഓക്കെ. എൻ്റെ പേര് സൈജു കാരക്കാട്ട്. പിതാവേ, ഈശോ നൽകിയ രോഗശാന്തികളാണല്ലോ രോഗീലേപനം എന്ന കൂദാശയുടെ അടിസ്ഥാനം. പക്ഷേ ഈശോ എല്ലാ രോഗികൾക്കും സൗഖ്യം നൽകുന്നില്ല. ഉദാഹരണമായി ബേത്സയിദ കുളക്കരയിൽ അനേക രോഗികളുണ്ടായിരുന്നു.
പക്ഷേ ഒരു തളർവാദ രോഗിക്ക് മാത്രമേ ഈശോ സൗഖ്യം നൽകുന്നുള്ളൂ. അതുപോലെ തന്നെ ഈശോ ചിലരോട് നിനക്ക് സൗഖ്യം ഉണ്ടാകട്ടെ എന്ന് പറയുമ്പോൾ അവർക്ക് സൗഖ്യം ലഭിക്കുന്നു. മറ്റു ചിലരോട് ചില കാര്യങ്ങൾ ചെയ്യാൻ ആവശ്യപ്പെടുകയും അതിനുശേഷം മാത്രം സൗഖ്യം ലഭിക്കുകയും ചെയ്യുന്നു. ഉദാഹരണമായി അന്ധൻ്റെ കണ്ണിൽ ചെളി പുരട്ടിയ ശേഷം സീലോഹാക്കുളത്തിൽ പോയി കഴുകാൻ ആവശ്യപ്പെടുന്നു, അതിനുശേഷം സൗഖ്യം ലഭിക്കുന്നു. എന്തുകൊണ്ടാണ് ഈശോ ഇങ്ങനെ ഒരു വേർതിരിവ് കാണിക്കുന്നത്? യെസ്, ഇത് ഈശോ ഇങ്ങനെ എന്തുകൊണ്ട് വേർതിരിവ് കാണിച്ചു എന്ന് ചോദിച്ചാൽ, ഈശോ യഥാർത്ഥത്തിൽ വേർതിരിവൊന്നും കാണിച്ചിട്ടില്ല. ഈശോ വ്യത്യസ്തമായിട്ട് ഓരോ ദിവസവും പ്രവർത്തിച്ചു എന്ന് കരുതിയാൽ മതി. അവ ഓരോന്നിനും വലിയ അർത്ഥതലങ്ങളുമുണ്ട്. നീ കണ്ണിൽ ചെളി പുരട്ടിയ ശേഷം പറഞ്ഞു നീ പോയി സീലോഹ കുളത്തിൽ കഴുകുക. സീലോഹ എന്നതിൻ്റെ അർത്ഥം കൂടി അപ്പസ്തോലൻ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്താണ് സീലോഹ എന്ന് പറഞ്ഞാൽ? അയക്കപ്പെട്ടവൻ എന്നാണ് ആ കുളത്തിൻ്റെ പേരിൻ്റെ അർത്ഥം. അയക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അത് ആരെയാ സൂചിപ്പിക്കുന്നത്? ഈശോയെ സൂചിപ്പിക്കുന്നത്. ആ കുളം ആരാണ്? ഈശോ മിശിഹായാണ്. അപ്പോൾ ആ കുളത്തിൽ പോയി മുങ്ങാൻ പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കുന്നത് എന്താണ്? എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മാമോദീസ സ്വീകരിക്കുക എന്നർത്ഥം അല്ലേ? അതായത് ഈ അന്ധൻ്റെ കണ്ണ് തുറന്ന സംഭവത്തിലൂടെ ഈശോ പഠിപ്പിക്കുന്നത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഏതാണ്? ഇപ്പം കണ്ണ് തുറന്നതേ ഉള്ളൂ, നിനക്ക് യഥാർത്ഥ പ്രകാശം കിട്ടണം എന്നുണ്ട് എങ്കിൽ അതിനുള്ള വഴി ഏതാണ്? പോയി സ്നാനപ്പെടണം, മാമോദിസ മുക്കണം. അതിന് നീ എന്ത് ചെയ്യണം? സീലോഹ, അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള കുളത്തിൽ പോയി കഴുകുക. അത് അയക്കപ്പെട്ടവൻ ഈശോ മിശിഹായാണ്. ഈശോ മിശിഹായിൽ തന്നെ സ്നാനപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ മാമോദിസ സ്വീകരിക്കുക എന്നാണ് അർത്ഥം. അതുകൊണ്ട് ഈശോ ഓരോ രോഗികളോടും പ്രതികരിക്കുന്നതിലെ വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, ആ ഒരു സംഭവത്തിലൂടെ ഈശോയ്ക്ക് പഠിപ്പിക്കാനുള്ള ആശയങ്ങൾ വ്യത്യസ്തമാണ് എന്നുള്ളത് കൊണ്ടാണ് അവയോടുള്ള പ്രതികരണവും ഈശോയ്ക്ക് വ്യത്യസ്തമാകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ മതി. കൂടുതൽ ചോദ്യങ്ങൾ. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, പേരെന്താണ്? എൻ്റെ പേര് ക്രിസ്റ്റി, കാഞ്ഞിരക്കാട്ട് വീട്ടുപേര്. പിതാവേ, ഇപ്പോഴത്തെ സാമൂഹിക സാഹചര്യത്തിൽ നിപ്പ പോലുള്ള സാംക്രമിക രോഗങ്ങൾ, അതുപോലെ പേവിഷബാധയേറ്റവർ, യുദ്ധഭൂമിയിൽ മരണാസന്നരായവർ, ഇവർക്കൊക്കെ എങ്ങനെയാണ് പ്രായോഗികമായി രോഗീലേപനം എന്ന കൂദാശ നൽകുവാൻ സാധിക്കുന്നത്? നിപ്പ ബാധിച്ച ഒരാൾക്ക് രോഗീലേപനം എന്ന കൂദാശ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞാൽ വൈദികൻ പോയി രോഗീലേപനം എന്ന കൂദാശ പരികർമ്മം ചെയ്യണം. വൈദികർ പേടിച്ച് വിറച്ച് നിൽക്കരുത്. കാരണം എന്താണ്? അതിനുള്ള പ്രിക്കോഷൻസ് എടുക്കുക. അവർക്ക് വൈദ്യശാസ്ത്രം നിർദ്ദേശിക്കുന്ന പ്രിക്കോഷൻസോ, മാസ്ക് ധരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. അതിപ്പോൾ സാധാരണ ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ ICUവിൽ കയറി ഒരു ഓപ്പറേഷൻ കൊടുക്കാൻ ചെന്നാൽ ചിലപ്പോൾ ഡോക്ടർ പറയും എന്താണ്, നമ്മൾ മാസ്ക് ധരിക്കണം, അതൊരു പ്രത്യേക വേഷം, അത് കയ്യുറകൾ ഒക്കെ ധരിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം എന്താണ്? നമ്മൾ പുറത്തുനിന്ന് നടന്നു കയറി വരുന്നവർ വിവിധ തരത്തിലുള്ള രോഗാണുക്കളെയും കൊണ്ട് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ആദ്യം നമ്മളെ തന്നെ മെനയാക്കി സ്റ്റെറിലൈസ് ചെയ്ത ഉടുപ്പ് ധരിച്ചുകൊണ്ട് നമ്മൾ കയറി പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങൾ നിപ്പായല്ല വെറും പനി വന്നാലും ചെയ്യേണ്ടതായിട്ട് വരും. ICUവിലൊക്കെ സമാനമായ രീതിയിൽ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തുകൊണ്ട് ആ വൈദികൻ ആരോട് ആവശ്യപ്പെടുന്നു, ആ വൈദികൻ ഈ രോഗിയെ സമീപിക്കുകയും അവർക്ക് സഭ അനുശാസിക്കുന്ന രീതിയിൽ തന്നെ രോഗീലേപനം നൽകുകയും ചെയ്യേണ്ടതാണ് എന്നുള്ളതാണ് അതേക്കുറിച്ചുള്ള സഭയുടെ നിലപാട്. അതുകൊണ്ട് മുൻകരുതലുകൾ എടുക്കാം, പക്ഷേ രോഗിക്ക് സാംക്രമിക രോഗമാണ് എന്ന പേരിൽ രോഗീലേപനം നിഷേധിക്കാൻ പാടില്ല. മൊളോക്കോയിലെ കുഷ്ഠരോഗികളെ തേടി ഫാദർ ഡാമിയൻ പോയി. കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ സുപ്പീരിയർ അച്ഛൻ ഒരു മീറ്റിങ്ങിൻ്റെ ഇടയിൽ ആശ്രമാംഗങ്ങളോടെല്ലാം സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ പറഞ്ഞു, മൊളോക്കോയിൽ ഇതാ ഒരുപാട് പേര് കുഷ്ഠരോഗികൾ, എല്ലാവരും സത്യവിശ്വാസികളായിരുന്നു, പക്ഷെ ആർക്കും ഇന്ന് കുമ്പസാരിക്കാൻ സാഹചര്യമില്ല, ആർക്കും അവർക്ക് രോഗീലേപനം കൊടുക്കാൻ പറ്റുന്നില്ല.
ആർക്കും വേണ്ടി വിശുദ്ധ കുർബാന അർപ്പിക്കുന്നില്ല. സർക്കാർ കപ്പലെ കയറ്റി അവിടെ കൊണ്ടുപോയി തട്ടിയേക്കാണ്. എന്നിട്ട് കപ്പൽ മുക്കിക്കളയും. കാരണം ആ കപ്പലിലും രോഗാണുക്കളാണ്. അതുകൊണ്ട് അത് മുക്കിക്കളയും. അങ്ങനെയാണ് ഇരിക്കുന്നത്. എന്ത് ചെയ്യാൻ? പാവങ്ങൾ ഇങ്ങനെ നശിച്ചു കൊണ്ടേയിരിക്കും. ഫാദർ ഡാമിയൻ പറഞ്ഞു, ഞാൻ പോകാമെന്ന്. വൈദികനായിട്ട് ഞാൻ പോയി അവരുടെ ഇടയിൽ സേവനം ചെയ്യാം. അങ്ങനെ അദ്ദേഹം പോയി കുറേ നാൾ സേവനം ചെയ്തു. തുടർന്ന് അദ്ദേഹത്തിനും കുഷ്ഠരോഗം ബാധിച്ചു. ശരീരം മുഴുവൻ പഴുത്ത് വ്രണമായ അവസ്ഥയിൽ അദ്ദേഹവും മരിച്ചു. ഇതൊക്കെയാണ് പൗരോഹിത്യത്തിൻ്റെ ജീവസുറ്റ മാതൃകകൾ. അത്തരം മാതൃകകളെ വൈദികരെല്ലാവരും അനുകരിക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ രക്ഷയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ആത്മാക്കളുടെ രക്ഷയെ അവഗണിക്കാൻ ഒരു വൈദികനും തുനിയില്ല. കാരണം അവർക്ക് ലഭിച്ചിരിക്കുന്ന പരിശീലനം ആ രീതിയിലുള്ളതാണ് എന്ന് നിങ്ങൾ വിശ്വാസികൾക്ക് ഉറപ്പിച്ച് മനസ്സിലാക്കും. എൻ്റെ പേര് ജിൻഡോ. പിതാവേ, കത്തോലിക്ക സഭ മതബോധന ഗ്രന്ഥം 1505 പാപത്തിൻ്റെ പരിണിത ഫലമാണ് രോഗം എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ ബൈബിളിൽ അന്ധനെ സുഖപ്പെടുത്തിക്കൊണ്ട് ഈശോ പറയുന്നത് ഇവൻ്റെയോ ഇവൻ്റെ മാതാപിതാക്കളുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാലാണെന്നാണ്. അങ്ങനെയെങ്കിൽ കത്തോലിക്ക മതബോധന ഗ്രന്ഥവും ബൈബിളും തമ്മിൽ ഒരു പൊരുത്തക്കേടില്ലേ? ആ പൊരുത്തക്കേടൊന്ന് വ്യക്തമാക്കാവോ? യെസ്, ജിൻഡോ വളരെ ബുദ്ധിപൂർവ്വം ചോദ്യം ചോദിക്കുന്ന ആളാണല്ലേ. ജിൻഡോ ഏത് ക്ലാസ്സിലാണ് പഠിപ്പിക്കുന്നേ? പഠിപ്പിക്കുമല്ല, യൂത്താണ്. വെറുതെ അല്ല ഇങ്ങനത്തെ കൊനസ്റ്റ് ചോദ്യം ചോദിച്ചത്. ജിൻഡോ എന്നാ ചെയ്യുന്നത് ഇപ്പം? ഞാൻ അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യാം. അക്കൗണ്ടൻ്റ് ആണ്. അപ്പോൾ അത് നിങ്ങൾ ഇതെല്ലാം ടാലി ചെയ്യുന്നുണ്ടോ എന്ന് നോക്കുന്നത് അക്കൗണ്ടൻ്റുമാരുടെ പണിയായതുകൊണ്ട് 2 പുസ്തകം കിട്ടിയാൽ ഉടനെ അവർ ഇതും അതും തമ്മിൽ മാച്ച് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കും അല്ലേ. ബൈബിളും അതുപോലെ CCCയും തമ്മിൽ മാച്ച് ചെയ്തോന്ന് ജിൻഡോ നോക്കിയിട്ട് മാച്ച് ചെയ്യാത്തൊരു പോയിൻ്റുണ്ട്. ഏതാണ്? ഈ രോഗത്തെക്കുറിച്ച്. ശരിയാണ് ജിൻഡോ പറഞ്ഞത്. അതായത് പാപത്തിൻ്റെ ഫലമാണ് രോഗം എന്ന് പറഞ്ഞാൽ രോഗിയായി കിടക്കുന്നവരെല്ലാം പാപം ചെയ്തുകൊണ്ട് ശിക്ഷ കിട്ടിയതാണ് എന്ന അർത്ഥത്തിൽ അതിനെ ആരും വ്യാഖ്യാനിക്കരുത്. മറിച്ച് ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തില്ലായിരുന്നെങ്കിൽ മനുഷ്യന് രോഗം വരുമായിരുന്നില്ല അല്ലേ. അവരൊരു കുറവുമില്ലാതെ പൂർണ്ണതയുള്ള അസ്തിത്വങ്ങളായിരുന്നു എന്നുള്ളതിനാൽ ആദ്യ മാതാപിതാക്കളുടെ പാപമാണ് ഈ ഭൂമിയിൽ മനുഷ്യന് രോഗങ്ങൾ, കഷ്ടതകൾ, അതുപോലെ തന്നെ ഈ തീരാവ്യാധികൾ, മരണം വരെയും സമ്മാനിക്കുന്നു. അതുകൊണ്ട് പാപത്തിൻ്റെ ഫലമാണ് രോഗം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഏത് പാപത്തെയാണ്? ആദ്യ മാതാപിതാക്കളുടെ പാപത്തെയാണ് ഉദ്ദേശിച്ചത്. അത് അല്ലാതെ അല്ലെങ്കിൽ അത് വലിയ തെറ്റിദ്ധാരണയ്ക്ക് കാരണമാകും. ഇപ്പോൾ ജിൻഡോ പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ അന്ധനായി ജനിച്ചു, മെൻ്റലി ചലഞ്ചഡായിട്ട് ജനിച്ചു, ഒരു കുഞ്ഞ് കൈയില്ലാതെ ജനിച്ചു. ഇതെല്ലാം അവരുടെ പാപം കൊണ്ടാണോ? അല്ലേ അല്ല. അവരൊക്കെയും ദൈവമഹത്വത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് നമ്മൾ അവരെ ഒരിക്കലും വില കുറച്ച് കാണരുത്. രോഗവും മനുഷ്യൻ്റെ വ്യക്തിപരമായ പാപവും തമ്മിൽ ബന്ധമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് വിശുദ്ധന്മാരുടെ ജീവിതം. വിശുദ്ധാത്മാക്കളിൽ മിക്കതും തീരാ രോഗികൾ തന്നെയായിരുന്നു അല്ലേ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മുടെ അൽഫോൻസാമ്മ എന്തായിരുന്നു പണിയെന്ന് ചോദിച്ചാൽ കിടപ്പായിരുന്നു എന്ന് പറയേണ്ടി വരും അല്ലേ. മിക്കവാറും കിടപ്പായിരുന്നു, രോഗാവസ്ഥയിലായിരുന്നു. പക്ഷേ അവൾ കേരളം കണ്ട ഏറ്റവും പുണ്യപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമയായിരുന്നു എന്ന് സഭ വെളിപ്പെടുത്തി അല്ലേ. കേരളമല്ല, ഇന്ത്യ കണ്ട ഏറ്റവും പുണ്യപ്പെട്ട ജീവിതമായിരുന്നു ആരുടേത്? അൽഫോൻസാമ്മയുടെ. അതുകൊണ്ട് ആ CCCയിലെ ആ വാചകം വായിച്ചേച്ചിട്ട് രോഗികളെല്ലാം മഹാഭാവികളാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് ആരും എത്തരുത് എന്നുള്ള കാര്യം സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുക. ഈ ചർച്ച ഇവിടെ അവസാനിക്കുന്നില്ല. അടുത്ത എപ്പിസോഡിൽ കൂടുതൽ ചോദ്യങ്ങളും കൂടുതൽ ഉത്തരങ്ങളുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.
സി കാറ്റ് പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.